ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. മുൻ റോട്ടറി ഗവർണർ കെ ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസർമാർക്കും എക്സൈസ് ഓഫീസർമാർക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പലപ്പോഴും ലഹരിക്ക് അടിമയായവരുടെ അതിക്രമങ്ങൾ കണ്ട് കുടുംബമായി ജീവിക്കുന്ന അവർക്ക് ഒരു ഭയപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ, ഈ സമൂഹം ഒത്തൊരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് റോട്ടറി ഇന്റർനാഷണൽ കേരളത്തിലെമ്പാടും ശക്തമായ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല മേഖലകളിലും ഇന്ന് റോട്ടറി ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും അവകാശമാണ്. ഒരു പൗരൻ നന്നായാൽ ആ കുടുംബം നന്നാകും, ആ സമൂഹം നന്നാകും, അതുവഴി ലോകം നന്നാകും. ചേർത്തല പ്രസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ചേർത്തലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ് ചേർത്തല പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷത വഹിച്ചു. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഓഫീസർ ജി അരുൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടുകയില്ല. എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കും. മയക്കുമരുന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികളായ പി കെ ധനേശൻ പുഴിക്കൽ, ഡോക്ടർ കെ ശൈലമ്മ, ഡോക്ടർ വി ശ്രീദേവൻ, വിനോദ് മൈത്ര, ബിനു ജോൺ, ഓമന ജോസഫ്, ഇന്റർവീൽ ക്ലബ് പ്രസിഡന്റ് ദേവി പ്രഭ, പ്രസ് ക്ലബ് ഭാരവാഹികളായ പി ദിലീപ്, പി രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.